നരേന്ദ്രമോദി സർക്കാർ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷം തിരിച്ചെത്തിയ ഉടൻ തന്നെ ഒരു ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിൽ പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്തത്. കൂടാതെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങൾ വർദ്ധിപ്പിച്ചാൽ വരും ദിവസങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായി നിന്നാൽ എന്ത് ചെയ്യണം എന്നടക്കമുള്ള പല ചർച്ചകളും ക്യാബിനറ്റ് യോഗത്തിലുണ്ടായിരുന്നു. കൂടാതെ മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണിയും നടത്താൻ മോദി സർക്കാർ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് ജൂണോടുകൂടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ അധ്യക്ഷന്മാരെ നിയമിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. നിലവിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുകയാണ്. അതായത് ദില്ലി, പഞ്ചാബ്, ഹരിയാന, ത്രിപുര എന്നിവിടങ്ങളിലാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റുമാരെ ബി.ജെ.പി. നിയമിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര ബി.ജെ.പി. ദില്ലി ഘടകത്തിന്റെ അധ്യക്ഷനാകും. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിൽ മുതിർന്ന നേതാവ് കേവാൾ സിംഗ് ധില്ലൻ പാർട്ടി അധ്യക്ഷനാകും. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് പുതിയ അധ്യക്ഷന്മാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിലാണ് പുതിയ നിയമനങ്ങൾ നടപ്പിലാക്കിയത്. രാജ്യതലസ്ഥാനത്തെ സംഘടനാ പ്രവർത്തനം ബി.ജെ.പി. കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് കേന്ദ്രമന്ത്രിയായ ഹർഷ് മൽഹോത്രയുടെ നിയമനം. ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലും റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിലും സഹമന്ത്രിയായ സേവനം അനുഷ്ഠിക്കുകയാണ് ഹർഷ്. ബി.ജെ.പിയുടെ സംഘടനാ ചുമതല നൽകിയത് ദേശീയ നേതൃത്വത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. വീരേന്ദ്ര സച്ദേവയെ നീക്കിയാണ് ഹർഷ് മൽഹോത്രയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. കിഴക്കൻ ദില്ലിയിൽ നിന്നുള്ള എംപിയാണ് ഹർഷ് മൽഹോത്ര. നേരത്തെ ദില്ലി ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറി ഇൻചാർജായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായും ഹർഷ് മൽഹോത്ര പ്രവർത്തിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചാബിൽ ബി.ജെ.പി. ചുവടുറപ്പിക്കാൻ നീക്കം നടത്തുന്നതിനിടെയാണ് പുതിയ അധ്യക്ഷ നിയമം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ സുനിൽ ജാഖറാണ് അധ്യക്ഷൻ. അതായത് നിലവിലത്തെ അധ്യക്ഷൻ കോൺഗ്രസ് നേതാവും മുൻ എം.എൽ.എയുമായ കേവാൾ സിംഗ് ധില്ലൻ 2022 ബി.ജെ.പിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ ധില്ലൻ തയ്യാറായില്ല. ഇതോടെ ധില്ലനെ കോൺഗ്രസ് പുറത്താക്കുകയായിരുന്നു. ബി.ജെ.പിയിലെത്തിയ ധില്ലൻ ലോക്സഭ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചുവെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ ത്രിപുരയിൽ അവിടെയും പുതിയൊരു സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചിട്ടുണ്ട്. അതായത് അഭിഷേക് ദിബ്രോയ് എം.എൽ.എ ആണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ. ഇനി മുതൽ ത്രിപുരയിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാവുക. ത്രിപുരയിലെ മാദ്ഭാരി മണ്ഡലത്തിൽ നിന്ന് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി.ജെ.പി. നേതാവാണ് അഭിഷേക് ദിബ്രോയ്. നിലവിൽ നിയമസഭാ അംഗമായ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത് പാർട്ടിയുടെ യുവ നേതൃത്വ മുഖങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഒരു നീക്കമാണ് കണക്കാക്കപ്പെടുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് അർച്ചന ഗുപ്ത സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഹരിയാന ബി.ജെ.പിയുടെ പ്രസിഡന്റാകുന്ന ആദ്യ വനിത കൂടിയാണ് അർച്ചന ഗുപ്ത.